ലെതർ ഫിനിഷ് പ്ലെയിൻ ബ്ലാക്ക് വിരിച്ചു കഴിഞ്ഞാൽ എന്താ മെച്ചെന്ന് വെച്ചാൽ, പക്ഷെ മാർബിൾ വിരിച്ചിട്ട് ഇന്റീരിയർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ക ആംബിയൻസ് തന്നെയാണ്. അത് വേറെ ലെവലാണ്. പല ആർക്കിടെക്റ്റുമാരും മാർബിളിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതിനെ ബുദ്ധിപരമായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പൈപ്പിലാണ് ഈ ഒരു സ്റ്റെയർ നൽകി ഇവിടെയൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വരച്ച് മരത്തിന്റെ വുഡിന്റെ ഡിസൈൻ വരച്ചിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് പറയാത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു പീസിന് ഉണ്ടായിരുന്നു. ഹലോ നമസ്കാരം, സ്റ്റോൺ ഗാലറിയുടെ പുതിയൊരു ഹോം ടൂർ ഇന്റീരിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിലാണ്. പെരിന്തൽമണ്ണയിൽ കക്കൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ സൈനുദ്ദീൻ സാറിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർബിൾ അഗേരിയ വിരിച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ഡയമണ്ടൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത്. അത്യാവശ്യം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ എന്തായാലും വീട് വെക്കുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. മാർബിള് ഇട്ട് ഫ്ലോറിങ് മാർബിള് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാവരുടെയും പലരുടെയും ഒരു ആഗ്രഹമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർബിള് പ്രത്യേകിച്ച് വൈറ്റ് മാർബിളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ലെവലിൽ 100 രൂപേൻ്റെ ഒക്കെ താഴെയായിട്ട് അല്ലെങ്കിൽ പ്രീമിയം മെറ്റീരിയലുകളൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോൺ ഗാലറിയുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ കൂടുതൽ മാർബിളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരും. ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുള്ളത് ലെതർ ഫിനിഷ് ബ്ലാക്ക് ആണ്, പ്ലെയിൻ ബ്ലാക്ക് ആണ്. ഈ ലെതർ ഫിനിഷ് പ്ലെയിൻ ബ്ലാക്ക് വിരിച്ചു കഴിഞ്ഞാൽ എന്താ മെച്ചെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഴുക്കി വീഴാതിരിക്കാൻ നല്ലതാണ്. പിന്നെ ഇവിടെ ഗ്ലോസി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ, അത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റുകളൊക്കെ വേണമെങ്കിൽ നമ്മൾ സീലിംഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗങ്ങളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ എന്ത് ചെയ്യുക, അവിടേക്ക് കോൺക്രീറ്റ് ആവാത്ത രൂപത്തിൽ എന്തെങ്കിലും കപ്ലിങ് വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെയൊക്കെ ലൈറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. പിന്നീട് സീലിംഗ് ചെയ്യാത്ത നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോസ്റ്റ് ലാഭിക്കാൻ കഴിയും. ഇങ്ങനെ ഈ നമ്മൾ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ സൈഡിൽ നൽകിയിട്ടുള്ളത് ഗാലക്സിയിലുള്ളൊരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഈ ഭാഗങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ബ്ലാക്കും ഗാലക്സി ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡയറക്റ്റ് പോളിഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലുകളാണ്. ഈ മെറ്റീരിയലൊക്കെ നമ്മളെ ഫ്രണ്ടിൽ വെയിൽ തട്ടുന്ന ഭാഗത്ത് വിരിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും വരില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ക്ലയന്റിനോട് പറഞ്ഞ് ശ്രദ്ധയപ്പെടുത്തിയിട്ടാണ് ഈ മെറ്റീരിയൽ കൊടുക്കാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കൊരു പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കട്ടെ. ഏകദേശം ഇത് 3 മാസത്തിന്റെ അടുത്തായിട്ടുണ്ട് ഈ വീട് കുടിയിരുന്നിട്ട് കഴിഞ്ഞിട്ട്. നമ്മൾ അതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവര് താമസിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ വീഡിയോന്റെ പ്രത്യേകത. സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിന്റെ ഭാഗങ്ങളും ഗ്രാനൈറ്റിന്റെ ഭാഗങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് മാർബിളിന്റെ ഭാഗമാണ്. മാർബിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഡയമണ്ട് കിട്ടിയിട്ട് നല്ല വൈറ്റ്നസ്സിലുള്ള ഒരു മാർബിൾ തന്നെയാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അഗേരിയ കാറ്റഗറിയിൽ വരുന്നതാണ്. അഗേരിയ കാറ്റഗറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റ്നസ് ആയിരിക്കും. അതേപോലെ തന്നെ നല്ല കൂളിങ് കിട്ടും. എത്ര ചൂടത്ത് ഇപ്പം നമ്മളെ യാർഡിൽ തന്നെ വെച്ച് എത്ര ചൂടുള്ള സമയത്ത് അഗേരിയമ്മ തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൂള് അതിൽ നിന്ന് ഫീൽ ചെയ്യാറുണ്ട്. അതേ ഒരു കൂൾ എന്ത് ചെയ്താലും നമ്മളെ വീട്ടിൽ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനുള്ളിൽ ഫീൽ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇത് നല്ല വൈറ്റ്നസ്സും ആണ്. പിന്നെ വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസും കിട്ടും. ഗ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രകാശം വരുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി കിട്ടും, നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ കൂടെയാണ് അഗേരിയ. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് 2 ഡയമണ്ടാണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് പൊസിഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഡൈനിങ് ഹാളിലാണ്. എങ്ങനെ ഒരു ചെറിയ സ്പേസിൽ നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയർ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു വീടിന്റെ പ്രത്യേകതയാണ്. ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ട് ആണ് ഇവിടെ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. ഈ ഒരു ഡൈനിങ് ഹാൾ വിത്ത് ലിവിംഗ് റൂം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ ഈ ഒരു ഭാഗം പോർഷന് സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൽ നല്ലൊരു അടിപൊളി സോഫ സെറ്റാണ് ഈ ഒരു സൈഡിൽ നൽകിയിട്ടുള്ളത്. പക്ക ആംബിയൻസ് കിട്ടുന്ന ഈ ഒരു വീടിൻ്റെ കറക്റ്റ് കളർ തീമിനോട് മാച്ച് ആയിട്ടുള്ള ഒരു സോഫ സെറ്റും അതേപോലെ തന്നെ ഒരു കളർ തീമും അതുപോലെ സീലിങ്ങും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകി നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വരുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് ഈ ഒരു മാർബിളിൻ്റെ ഭംഗി തന്നെയാണ്. മാർബിൾ ചെയ്തിട്ടുള്ളത്
ഈ ഒരു അടിപൊളി ഇത്രയും വലിയൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിലെ ഡയമണ്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മാർബിൾ പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഡയമണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു സ്ലാബാണ് നമ്മൾ പോളിഷ് സ്ലാബ് ആയിട്ട് വെക്കുക. മാക്സിമം ഈ ഒരു 2 ഭാഗം മാത്രമേ നിങ്ങൾക്ക് നമുക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ. കാരണം 4 സ്ലാബ് ഇട്ടിട്ട് നമുക്ക് ഒരിക്കലും മാർബിൾ ഷോപ്പിൽ നിന്ന് നമ്മളെ യാർഡിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കാരണം അപ്പൊ നിങ്ങൾ ശരിക്ക് കാണാൻ പറ്റി ചിലപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു സ്ലാബ് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു എത്ര ഭാഗമുള്ളൂ. ഇങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ ഒരു ഡിസൈന് മാത്രമേ നിങ്ങൾ ഷോപ്പിൽ നിന്ന് കാണാൻ കഴിയുള്ളൂ. പക്ഷെ വിരിച്ചു കഴിഞ്ഞാലാണ് ഇത്രയും ഭംഗിയുള്ള നല്ലൊരു ഡയമണ്ട് കിട്ടുന്നുള്ളത് വിരിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കി തരാനിപ്പോൾ പല ആപ്പുകളുണ്ട്, എന്നാലും അതിനൊക്കെ പരിമിതികളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വിരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ശരിക്കുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർബിൾ വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇന്റീരിയറിന്റെ ആവശ്യമില്ല. പക്ഷെ മാർബിൾ വിരിച്ചിട്ട് ഇന്റീരിയർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ക ആംബിയൻസ് തന്നെയാണ്. അത് വേറെ ലെവലാണ്. അത് പല ആർക്കിടെക്റ്റുമാരും മാർബിളിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇവർക്ക് കിട്ടുന്ന ആ ഒരു ആംബിയൻസ് മാർബിൾ വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പ്രൊഡക്റ്റിനും കിട്ടൂല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല ആർക്കിടെക്റ്റുമാരും മാർബിളിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പാസേജ് ഭാഗത്തെ ഒരു വാഷിംഗ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് അതിനെ ബുദ്ധിപരമായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു വാഷിംഗ് യൂണിറ്റ്, ഈ ഒരു ഏരിയ പാസേജും കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ ഈ ഒരു വാഷിംഗ് യൂണിറ്റ് വേറെ എവിടെയെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാസേജ് എത്ര ഏരിയ എന്തുണ്ട് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോയിരുന്നത്. ഈ ഒരു ഏരിയ അതേപോലെ തന്നെ ഈ ഒരു വാഷിംഗ് യൂണിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഈ ഒരു തീമിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു എല്ലാ ടോട്ടലി നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എന്നാൽ ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ ഒരു കളർ തീം പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ഗ്രീൻ വൈറ്റ് തീമിലാണ് ഇവിടുത്തെ കളർ ടൂണ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വൈറ്റ് മാർബിളിന് ഏകദേശം ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിൽ കിട്ടിയ അതൊരു ഡിസൈന് 2 ഡിസൈനായിട്ട് ഇവിടെയും ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ സൈഡിലൊരു ഡ്രസ്സിങ് യൂണിറ്റ് നൽകിയിട്ട് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ളൊരു ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് ഒരു വുഡിന്റെ ഒരു പാനൽ നൽകിയിട്ടുണ്ട്. ഇത് WPC പാനലാണ്, ലോവർ പാനലാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് അതിമനോഹര ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നൽകി അതിമനോഹരമായി തന്നെ ഈ ഒരു ബെഡ്റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വീടിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്റ്റെയർ. പല വീടിന്റെയും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റെയർ. അപ്പൊ സ്റ്റെയർ കാണിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീടിന്റെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ്. ബ്ലാക്ക് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്, പ്ലെയിൻ ബ്ലാക്ക്. അടിയിൽ പ്ലെയിൻ വൈറ്റും നൽകിയിട്ടുണ്ട്. ലെതർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രിപ്പ് നല്ലോണം ഉണ്ടാവുന്നുണ്ട്. അപകട സാധ്യതകളൊക്കെ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മറ്റേ പൈപ്പിലാണ് ഈ ഒരു ഇരുമ്പ് പൈപ്പിലാണ് ഈ ഒരു സ്റ്റെയർ നൽകി ഇവിടെയൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ മരത്തിൻ്റെ വുഡിൻ്റെ ഡിസൈന് വരച്ചിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വൈറ്റ് തീം, ഈ ഒരു പ്ലെയിൻ വൈറ്റിൻ്റെ അതേ തീം ഇതിങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നല്ല മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും ഈ സ്റ്റെയർ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റെയിൽ ഇതിനോട് ചാരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പേസ് നഷ്ടമാവും. അപ്പം എന്താ വെച്ചാൽ 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് തള്ളിച്ചിട്ടാണ് മറ്റേ പൈപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റെയറിന് അത്യാവശ്യം വീതി കിട്ടേണ്ട ആവശ്യം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ മേലേക്ക് എടുത്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടുന്ന് താഴത്തേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിലൊക്കെ സ്റ്റെയർ കൺജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഭാഗത്തേക്ക് വരുന്ന സമയത്തെ നമ്മൾ ഒരു കളർ തീം നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ക്യാബിനറ്റും അതേപോലെ തന്നെ ഫ്ലോറിങ്ങും കിച്ചൺ കൗണ്ടറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിന് നല്ലൊരു കളർ തീം നമ്മൾ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കളർ തീം
ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേക കളറ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ദിവസം കഴിഞ്ഞാലും ആ ഒരു ഫീല് നമുക്ക് ഫോളോ ചെയ്ത്. ഇവിടെ നൽകിയിട്ടുള്ളത് ഏകദേശം ഒരു ഗ്രീന്, വൈറ്റ്, ബ്ലാക്ക് ടൂണിലാണ് ഒരു കിച്ചൺ ഇവിടെ ഇത് കളർ ടീം നൽകിയിട്ടുള്ളത്. അതിൽ നമ്മൾ മാർബിൾ വരുന്ന സമയത്ത് ഇവിടെയും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഉള്ളത് ഇതിന്റെ അപ്സ്റ്റേറിലുള്ള ബാൽക്കണിയിലാണ് വീടിന്റെ. അപ്പൊ ഈ ബാൽക്കണിയിൽ നമുക്ക് ഒരു അടിപൊളി ഡിസൈൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് നിങ്ങളെ കൊണ്ടുവന്നാണ്. ഈ ഭാഗത്ത് ഒരു 2 സ്ലാബ് മാർബിള് ബാലൻസ് ഒന്നാണ്. ഇതുവരെ വളരെ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കറക്റ്റ് സെന്ററിൽ ഒരു മാർബിൾ നൽകിയിട്ട്, ഈ ഒരു മാർബിൾ നൽകിയിട്ട് 2 സൈഡിലും ടൈലും നൽകി നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ വീട് ഇവിടെ പെരിന്തൽമണ്ണ കക്കൂത്ത് എന്ന സ്ഥലത്താണ് അല്ലെ? പൊന്നിയാകുറിശി. അതെ, പൊന്നിയാകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ സൈനുദ്ദീൻ തന്നെ വീടിന്റെ ഉടമസ്ഥന്, അതേപോലെ തന്നെ ഈ മാർബിളൊക്കെ വർക്ക് ചെയ്ത മിസ്റ്റർ നിസാർ ഉണ്ട്. ഈ മാർബിള് ഇവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്ത യാസർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഇരുന്നിട്ട് നമുക്ക് ഈ ആദ്യമായിട്ട് നമ്മൾ സൈനുദ്ദീനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് മിസ്റ്റർ സൈനുദ്ദീൻ നമ്മളെ സ്റ്റോൺ ഗാലറിയിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സ്റ്റോൺ ഗാലറി നിങ്ങൾ മാർബിൾ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ ചെന്നപ്പോ എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് പോയത്? നമ്മളൊരു സുഹൃത്ത് അങ്ങനെ പോയതാണ്. റെഫറൻസിലൂടെ പറഞ്ഞു. പിന്നെ അപ്പൊ ഒരു രണ്ട് മൂന്ന് കല്ല് നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ഒരൈറ്റം പിന്നെ ബുക്കഡ് ഒന്നോ രണ്ടോ ഐറ്റം ബുക്കഡ് ആയിരുന്നു. അപ്പോ പിന്നെ ഒരൈറ്റം നമ്മൾ പറഞ്ഞു പോന്നിരുന്നു. പിന്നെ യാത്ര വിളിച്ചിരുന്നു. അപ്പോ പിന്നെ വേറെ ഒന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. റേറ്റും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈഡ് ആയി? അതെ അതെ, കുഴപ്പമില്ല. നിങ്ങൾ അന്വേഷിച്ച സ്ഥലങ്ങളിലൊക്കെ ഒരു ബെറ്റർ റേറ്റിന് നമുക്ക് തരാൻ കഴിഞ്ഞു. ഓക്കെ. അതേപോലെ തന്നെ ബെറ്റർ മെറ്റീരിയലും നിങ്ങൾക്ക് ഇതായി. പണി ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ ഒരു 3 മാസത്തോളം ഇവിടെ താമസിച്ചില്ലേ? നല്ല അഭിപ്രായമാണ്. മെയിൻ ആയിട്ടൊരു കൂളിംഗ് ഉണ്ടാവും. ആ ഒരു കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മള് ഒരു നിങ്ങൾക്ക് ആ കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഒരു കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ. പിന്നെ ഇത് വർക്ക് ചെയ്ത നിസാറിനോടാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇത് വർക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ? സ്റ്റോൺ ഗാലറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് നഷ്ടമായി തോന്നിയിട്ടുണ്ടോ? ഇവർക്ക് ഈ മാർബിൾ റേറ്റിന് കിട്ടിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്. ഇല്ല, ഇതിന് നമുക്ക് പറയാത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഒരു പീസിന് ഉണ്ടായിരുന്നു, അത് നമുക്ക് അവര് പറഞ്ഞിട്ടാണ് കൊടുത്തത്. സാധാരണ പല വീടുകളിൽ ചെല്ലുമ്പോഴും അതായത് കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കിയിട്ട് തരുന്നുണ്ട്. പൊട്ടുള്ള ഷീറ്റുകളൊക്കെ ഇത് മൈനസ് ആയിട്ടാണ് നമുക്ക് തന്നിരുന്നത്. അപ്പൊ നമുക്ക് അളവ് ലെസ് ആക്കിയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അത് നമുക്ക് ആ അളവ് ബാലൻസ് വന്നതാണ് നമ്മൾ മുകളിൽ വിരിച്ചിട്ടില്ലേ, ആ ഓപ്പൺ ടെറസില്. ആ ഒരു 2 പീസ് നമുക്ക് അങ്ങനെ 2 പീസ് ബാലൻസ് വന്നതുകൊണ്ട് നമ്മൾ അതവിടെ, അതായത് നമ്മൾ ഇവിടെ ഇട്ട് ഏതായാലും വീട്ടുകാർക്കും പ്രശ്നമാണ്. കാരണം നമ്മൾ അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ആകുമ്പോ അത് നമ്മളൊരു ഡിസൈൻ ആക്കിയിട്ട് നമ്മൾ മുകളിലാണ് ചെയ്ത് കൊടുത്തു. അപ്പൊ യാസർ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഫുള്ള് റെഡി ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോ യാസറിന് എന്തെങ്കിലും പറയണ്ട? എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, ഇവര് ഷോപ്പിൽ 2-3 പ്രാവശ്യം വന്നിട്ട് നോക്കി. അപ്പൊ ഇവര് ഓരോ ബഡ്ജറ്റ് പറഞ്ഞപ്പോ അതിനനുസരിച്ചുള്ള മെറ്റീരിയലാണ് ഇവൾക്ക് ചൂസ് ചെയ്ത്. അഗ്രിയെ തന്നെ ഒരു ഓർമ്മ ഒരു 90-95 റേഞ്ചിൽ എന്താണ് ഇവര് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഇത് കൊടുക്കാനും കഴിഞ്ഞു, സർവീസ് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങളെ ബഡ്ജറ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. ഇത്ര റുപ്യൻ്റെ മാർബിൾ നമുക്ക് എത്ര റുപ്യ വരെ നമുക്ക് പോവാന്നുള്ളത്. ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നന്നായിട്ട് മറ്റേ നല്ല ബെസ്റ്റ് മെറ്റീരിയൽ തന്നെ, ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ, അതിൻ്റെ പൊസിഷൻസ് കറക്റ്റായി പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ തരുള്ളൂ. ആ ഒരു ഉറപ്പും ഗ്യാരണ്ടി സ്റ്റോൺ ഗാലറി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.